എന്താണ് മുട്ട് തേയ്മാനം? മുട്ട് തേയ്മാനം അല്ലെങ്കിൽ നീ ഓസ്റ്റിയോആർത്രൈറ്റിസ്, മുട്ടിൻ്റെ ഫീമറും ടിബിയും ഈ രണ്ട് എല്ലുകളും തമ്മിലുള്ള ഗ്യാപ്പ് കുറയുകയും ഈ രണ്ട് എല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടി വരുന്ന ഒരു അവസ്ഥ, അതാണ് മുട്ട് തേയ്മാനം. ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് PSRT അല്ലെങ്കിൽ പൾസ് സിഗ്നൽ റിപ്പയർ തെറാപ്പി. ഇതിലൂടെ പുതിയ സെല്ലുകളിനെ റീജനറേറ്റ് ചെയ്യുകയും ഈ എല്ലും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഏരിയയാണ് കാർട്ടിലേജ്. ഈ കാർട്ടിലേജ് പുതിയതായിട്ട് വരാൻ ഇതിനെ സഹായിക്കും. ഇതിനെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 4 സ്റ്റേജിൽ പറയാം. സ്റ്റേജ് 1, നമുക്ക് ഒരു 80% ആൾക്കാർക്കും സ്റ്റേജ് 1 ആർത്രൈറ്റിസ് ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് വരുന്ന മുട്ടുവേദന, എക്സസൈസോ കളിക്കുമ്പോഴോ വരുന്ന വേദനകളാണ് സ്റ്റേജ് 1. സ്റ്റേജ് 2 ആകുമ്പോഴേക്കും അവർക്ക് കാലുമ്പോൾ നീര് വരുന്നൊരവസ്ഥ വരും. അതിനോടൊപ്പം തന്നെ റെസ്റ്റ് പെയിൻ, വെറുതെ ഇരിക്കുമ്പോൾ വരെ വേദന വരും. സ്റ്റേജ് 3 ആകുമ്പോഴേക്കും ഈ വേദനേൻ്റെ ദൈർഘ്യം കൂടും, സ്വെല്ലിങ്ങും കൂടിക്കൊണ്ടിരിക്കും. ഈ സമയത്താണ് നമുക്ക് പേഷ്യൻസ് പറയും ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോൾ വരെ വേദന, അവരുടെ ആക്ടിവിറ്റീസ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നൊരവസ്ഥ, അതാണ് സ്റ്റേജ് 3. സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ എല്ലുകളും തമ്മിൽ ഒരുപാട് കൂട്ടിമുട്ടിയതിന് ശേഷം ഇവിടുത്തെ ഗ്യാപ്പ് ഒട്ടുമില്ലാതെ വരുമ്പോൾ ലോഡിംഗ് ആയ ഈ എല്ല് വളയുന്നൊരവസ്ഥ, അതിന് ജനു വാരം അല്ലെങ്കിൽ ജനു വാൽഗം എന്ന് പറയും. ഈ വളഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് സ്റ്റേജ് 4. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, സ്റ്റേജ് 1 അല്ലെങ്കിൽ സ്റ്റേജ് 2, ഇതിനൊന്നും സർജറി ഒട്ടും ആവശ്യമില്ല. സ്റ്റേജ് 1 നമുക്ക് നല്ല രീതിയിലുള്ള എക്സസൈസുകളും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ലൈക്ക് വെയിറ്റ് റിഡക്ഷനും ഒക്കെ ധാരാളമാണ്. സ്റ്റേജ് 2 നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കാലുമ്പോൾ നീരൊക്കെ വരുന്ന അവസ്ഥയിൽ നമ്മൾ പേഷ്യൻസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അവർക്ക് ചിലപ്പോൾ യൂറിക് ആസിഡ് കൂടുതലുണ്ടാവാം, അല്ലെങ്കിൽ സന്ധിവാതത്തിൻ്റെ പ്രശ്നം കൊണ്ടാവാം, അല്ലെങ്കിൽ തന്നെ മുട്ടിൻ്റെ ഉള്ളിലത്തെ വാഷർ അല്ലെങ്കിൽ മെനിസ്കസിൻ്റെ ഡാമേജ് കൊണ്ടാവാം അവർക്ക് വരുന്ന വേദന. അപ്പോൾ ഉള്ളൊരു പ്രോപ്പർ ഡയഗ്നോസിസ് എത്തി ആ ഡയഗ്നോസിസിന് വേണ്ടി വരുന്ന ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ സ്റ്റേജ് 2 ചെയ്യേണ്ടത്. സ്റ്റേജ് 3 അതാണ് ഒരു മോഡറേറ്റ് ആർത്രൈറ്റിസ്. ആ സമയങ്ങളിലാണ് പേഷ്യൻസിൻ്റെ വേദന അല്ലെങ്കിൽ അവർക്ക് നൈറ്റിൽ വരെ ഉറക്കം വരെ ഡിസ്റ്റർബ് ചെയ്യുന്നൊരവസ്ഥ വരുന്നത്. ആ സമയത്ത് നമ്മൾ പേഷ്യൻസിൽ ഡീറ്റെയിൽഡായി ഇൻവെസ്റ്റിഗേഷൻസ് ലൈക്ക് എക്സ്റേ, അൾട്രാസൗണ്ട്, MRI ചെയ്യണം, ഡീറ്റെയിൽ ബ്ലഡ് പ്രൊഫൈൽ ചെയ്യണം, ഡയഗ്നോസിസിലേക്ക് എത്തണം. അവിടെ നമ്മൾ ചെയ്യേണ്ട നോൺ സർജിക്കൽ നോൺ ഇൻവേസീവ് മെത്തേഡ്സ് ഉണ്ട്. എല്ലാവർക്കും അറിയുന്ന പോലെ PRP ഇഞ്ചെക്ഷൻസ്, ഹൈലൂറിനിക് ആസിഡ് ഇഞ്ചെക്ഷൻസ്, പിന്നെ ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് PSRT അല്ലെങ്കിൽ പൾസ് സിഗ്നൽ റിപ്പയർ തെറാപ്പി. ഇതിലൂടെ പുതിയ സെല്ലുകളിനെ റീജനറേറ്റ് ചെയ്യുകയും ഈ എല്ലും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഏരിയയാണ് കാർട്ടിലേജ്. ഈ കാർട്ടിലേജ് പുതിയതായിട്ട് വരാൻ ഇതിനെ സഹായിക്കും. ആ PSRT ഒരു 14 തൊട്ട് 16 സെഷൻസ് കണ്ടിന്യൂസ്ലി എടുക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം പേഷ്യൻസിൽ കാണാൻ കഴിയും. അതിനോടൊപ്പം പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ഫിസിക്കൽ എക്സസൈസുകളും ഇവിടുത്തെ മുട്ടിന് വേണ്ടിയുള്ള സ്ട്രെങ്തനിങ് എക്സസൈസുകളും കൂടി കൊടുക്കുകയാണെങ്കിൽ ആ സ്റ്റേജ് 3 അവിടെ തന്നെ നിർത്താൻ നമുക്ക് സാധിക്കും. ഇനി സ്റ്റേജ് 3 സ്റ്റേജ് 4 മുട്ട് വളയുന്നൊരവസ്ഥ, പേഷ്യൻസ് നടക്കുമ്പോൾ വീഴാൻ പോകുന്നൊരവസ്ഥ, അവരുടെ മുട്ടിന് ബാലൻസ് ഇല്ലാത്തൊരവസ്ഥ, ഈ സമയങ്ങളിലാണ് മുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ പ്രാധാന്യം വരുന്നത്. മുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മളത് പേഷ്യൻസിനെ സെലക്ട് ചെയ്ത് കറക്റ്റായ ഒരു പ്രോട്ടോക്കോളിൽ കൂടെ നല്ല കാർഡിയോളജിസ്റ്റ്, അനസ്തീഷ്യ, ജനറൽ മെഡിസിൻ, ഡെർമറ്റോളജി ഈ കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് പേഷ്യൻ്റ് ഫിറ്റാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ സർജറിയിലേക്ക് പോവുള്ളൂ. ഞാൻ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ എന്താണെന്ന് വെച്ചാൽ ഈ സർജറി കഴിഞ്ഞ് പേഷ്യൻസ് ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ മുമ്പ് തന്നെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഈ 2 ആഴ്ചയ്ക്ക് പേഷ്യൻറ്റിന് വാക്കർ ഉണ്ടാവണം, കാലിലേക്ക് ചുട്ടുനീറ്റവും ചെറിയ കഴപ്പും മുട്ടുമടക്കമുള്ള വേദന ഉണ്ടാവും, ചിലപ്പോൾ 1 മാസത്തേക്ക് വരെ ഫിസിയോതെറാപ്പീൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെന്ന് നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ സ്റ്റേജ് 4 മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ. എന്താണ് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ? ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ OP വന്നൊരു പേഷ്യൻ്റ് ചോദിച്ചാണ്, സാർ എൻ്റെ മുട്ട് മൊത്തം മാറ്റി വയ്ക്കുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ മുട്ടിന് തേയ്മാനം വന്ന ഭാഗമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റഡ് പാർട്ട് മാത്രമേ നമ്മൾ കട്ട് ചെയ്ത് റീപ്ലേസ് ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഫീമർ എന്ന് പറഞ്ഞ എല്ലാണ്. ഈ എല്ലിൻ്റെ തേയ്മാനം വരുന്ന ഈ ഒരു ഏരിയനെ കട്ട് ചെയ്യും. ടിബിയ എന്ന് പറഞ്ഞ ഈ എല്ലിൻ്റെ ഈ തേയ്മാനം വന്ന ഏരിയനെ കട്ട് ചെയ്ത് നമ്മുടെ പെറ്റല്ല അല്ലെങ്കിൽ ചിരട്ടേനെ ജസ്റ്റ് ഒന്ന് റീസർഫസ് ചെയ്ത് ഇതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇംപ്ലാന്റ് ഇവിടെ വെച്ച് കൊടുക്കുകയും ഈ ടിബിയയ്ക്ക് ഒരു ഫണലിങ് കൂടി കൊടുത്ത് ഈ മുട്ടിലേക്ക് ഗ്യാപ്പ് വരുന്നൊരു അവിടെ ഒരു ഇൻസേർട്ട് വെക്കുന്നതാണ് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ. അല്ലാതെ മുട്ട് മൊത്തം നമ്മൾ മാറ്റിവെക്കുന്ന രീതി എവിടെയും പ്രാക്ടീസ് ചെയ്യുന്നില്ല.